രക്ഷിക്ക്. നീ വിഷമിക്കണ്ടേ ഇംലി, ഞാനില്ലേ ഇവിടെ. നീ ഏതാടാ കൊച്ചനെ? നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? പിന്നെ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിന്നെ ആരാ സഹായിക്കുന്നത്? ആദ്യം ഇംലിയെ വെറുതെ വിട്, എന്നിട്ട് ഞാൻ നിന്റെ ചോദ്യങ്ങളൊക്കെ മറുപടി പറയാം. അതിനെന്താ വിടാമല്ലോ. പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് നീ കറക്റ്റ് ആയിട്ട് ആദ്യം ഉത്തരം പറയണ ചെറുക്ക. എങ്ങോട്ടാ നീ ഓടിപ്പോകുന്നേ? നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ഇവരെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, വേഗം പറഞ്ഞു. മോഷണം ചെയ്യുന്നത് പാവമാണെന്ന് വേഗം പറ. മോഷണം ചെയ്യുന്നത് പാവമാണെന്ന് അവരോട് ക്ഷമ ചോദിക്കണേ. മോഷണം നടത്തുന്നത് പാപമാണ്, മോഷണം നടത്തുന്നത് പാപമാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കണേ. ഞങ്ങളെ വെറുതെ വിടൂ. ഞങ്ങൾ ഒരിക്കലും ഇനി ഇവിടേക്ക് വരില്ല. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ജിൻഡു, ഇവരെ ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും അയക്ക്. ഒരു കാര്യമെങ്കിലും പറയൂ, താൻ ആരാണ്? കാണുമ്പോ ഞാൻ ചിലപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കും. എന്റെ പേരാണ് വീർ. അയച്ചു കഴിഞ്ഞു ബോസ്. പക്ഷെ നീ അവരെ എങ്ങോട്ടേക്ക് അയച്ചത്? അതൊന്നും എനിക്കറിയില്ല. വീരല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് അയക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദൂരത്തേക്ക് അയച്ചു. ഓ, നിന്റെ ഒരു കാര്യം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഉണ്ടോ? ഞാനിത് എവിടെയായി വന്നിരിക്കുന്നേ? രാവിലെ തൊട്ട് ഇയാൾ എന്നെ കൊറേ പണി എടുപ്പിക്കുക. ഇയാള് ഞാൻ പറയുന്നത് കേൾക്കുന്നുമില്ല, എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നുമില്ല. എനിക്ക് നടക്കടാ, ഒരുപാട് പണി ഇനിയും ബാക്കി കിടക്കുവാ. വേഗം പണിയെടുക്ക. ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വീറിനെ ഓർമ്മ വരുന്നത്. അവൻ എനിക്ക് എത്ര റെസ്പെക്ട് സ്നേഹമാ തന്നോണ്ടിരുന്നേ. ഞാൻ എന്തിനാ അവനോട് വഴക്കിട്ടെ? മിസ് യു വീർ, നീ ഇതെവിടെയാ? ജിൻഡു, ചുൾബുൾ എവിടെയാ പോയെന്ന് ഒരു പിടുത്തവുമില്ല. നീ വേഗം പോയി ചുൾബുളിനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. ഓക്കെ ബോസ്, ഇപ്പൊ കൊണ്ടുവരാം. ശരിക്കും ഈ ചുൾബുൾ എപ്പോഴും നമ്മളെ കഷ്ടപ്പെടുത്താറുണ്ട്. അവനായിട്ട് ഇവിടുന്ന് പോയി തന്നത് എന്തായാലും നന്നായി. ഒരു കാര്യം ചെയ്യാം, ബോസിന് വേറെ ഏതെങ്കിലും നല്ല അച്ചടക്കമുള്ള ഒരു ഡോങ്കിയെ പിടിച്ചോണ്ട് കൊടുക്കാം. നീ എന്താ ഇവിടെ ചിന്തിച്ചോണ്ട് നിക്കുന്നേ? ഒന്ന് വേഗം ആവട്ടെ. ചെയ്യാലോ. ഇന്ന പിടിച്ചോ. ദേ നമ്മുടെ ചുൾബുൾ എത്തിപ്പോയി. ചുൾബുൾ, നീ എവിടെയായിരുന്നു? നീ ഇല്ലാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയോ? ഓ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? എങ്കി പിന്നെ ചുൾബുൾ, ഞാൻ നിനക്ക് ക്യാരറ്റ് കൊണ്ടുവന്ന് തരാം. എന്നാ നീ ക്യാരറ്റ് കഴിക്ക്, എന്നിട്ട് ദേഷ്യമൊക്കെ കളാ. നല്ല നല്ല പച്ച പുല്ലുകള് തരണ്ടെടുത്ത് എനിക്ക് ക്യാരറ്റ് ആണോ തരുന്നേ? ഞാൻ എന്താ വല്ല മുയലും ആണോ? ഞാൻ ഈ ക്യാരറ്റ് ഒന്നും കഴിക്കില്ല. പൊക്കോ. മതി നിന്റെ ദേഷ്യമൊക്കെ, മര്യാദക്ക് ക്യാരറ്റ് കഴിക്ക്. ഞാൻ ഈ ക്യാരറ്റ് ഒന്നും കഴിക്കില്ല. പക്ഷെ കാല് മടക്കി നല്ല തൊഴി നിനക്കിട്ട് ഞാൻ വെച്ച് തരും. എന്താ വീറി ചെയ്തത്? വായുവിൽ ഇങ്ങനെ റോക്കറ്റ് പോലെ പറക്കുമ്പം നിനക്ക് ലാൻഡ് ചെയ്ത് കളിക്കാൻ എന്റെ ചന്തി മാത്രമേ കിട്ടിയുള്ളൂടാ. സോറി അങ്കിൾ. വാ, കൊള്ളാം. ആ കഴുത വീറിനെ എന്തൊരു അടിപൊളി തൊഴിയാ തൊഴിച്ചത്. ഇന്നാ മൂത്തെ പിടിച്ചോ. ഒരു ക്യാരറ്റ് എന്റെ വയായിട്ട് ഞാൻ നിനക്ക് വെറുതെ തരാം. ഇതിന് പകരമായിട്ട് നീ ആ വീറിന് ഒരു തൊഴി കൂടെ കൊടുക്കണം. അതിനെന്താ, ഞാൻ തൊഴി കൊടുക്കാവല്ലോ. നിനക്ക് തന്നെ ഞാൻ ആദ്യം തൊഴി തരാം. എന്റെ നടുവി പൊടിഞ്ഞാന്. ഇന്ന് നിന്റെ നടുവ് ഞാൻ ഓടിച്ചു തരാമടാ. ഇങ്ങോട്ട് വാടാ. ഇത് ഒരിക്കലും നമ്മുടെ ചുൾബുൾ അല്ല. ചുൾബുൾ ഇത്ര വാശിയുള്ളവനും ദേശക്കാരനൊന്നും അല്ല. ചുൾബുൾ, നീ ഇതെവിടെയാ? ട്രക്ക് നിർത്ത്. പറഞ്ഞത് കേട്ടില്ലേ? ട്രക്ക് നിർത്ത്. ഈ
ട്രക്ക് അങ്ങനെ നിർത്താനൊന്നും പോകുന്നില്ല. പക്ഷെ നിന്റെ ഓട്ടം ഞാനിപ്പോ നിർത്തും. വീർ വീർ എന്നെ രക്ഷിക്കൂ വീർ. നിന്നെ ഞാൻ അത്ര വേഗമൊന്നും വിട്ടുകൊടുക്കൂല ചുൾബുൾ. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെന്തായി സംഭവിക്കുന്നത്? ഇത് ചെറുക്കനാണോ അതോ മാന്ത്രികനോ? സോറി വീർ, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. അതൊന്നും സാരമില്ല ചുൾബുൾ. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഞാൻ നീ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു. ഇന്ന് പിടിച്ചോ. തെറ്റാരുടെ തന്നെയായാലും അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ലഭിക്കും. അയ്യോ പൊളുന്നേ. ഓടിക്കോ ജീവനെ ഓടിക്കോ. ആരെങ്കിലും രക്ഷിക്കണേ. അമ്മേ, തീ പിടിച്ചേ. കഷ്ടിച്ച രക്ഷപ്പെട്ടെ. ഇംലി പറഞ്ഞത് ശരിയായിരുന്നു. ദേഷ്യം വഴക്കും കാരണം ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒടുവിൽ മുടിയനായ പുത്രൻ വീട്ടിൽ മടങ്ങിയെത്തി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. നമ്മൾ കൂട്ടുകാരായിരുന്നു, കൂട്ടുകാരാണ്, ഇനി എന്നെന്നും കൂട്ടുകാരായിരിക്കും. അല്ല, നീ ഇതെന്തൊക്കെയാ ചെയ്യുന്ന ചിണ്ടു? നീ എന്നോട് ചെയ്യാൻ പറഞ്ഞതല്ല ഞാൻ ചെയ്യുന്നത്. നീ പറഞ്ഞു ഇതിന് ചികിത്സ കൊടുക്കാൻ, ഞാനത് ചെയ്യുകയാണ്. എന്റെ പൊന്നു ദൈവമേ, ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുത്ത സമയത്ത് ഈ ജിണ്ടു എന്താ ഉറങ്ങുമായിരുന്നോ? ജിണ്ടു നീ പൊയ്ക്കോ, അതങ്ങനെ വിട്ടേക്ക്. നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. ബൈ. പറഞ്ഞയക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ ഇവിടുന്ന് പോവുക. ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യരുത്. കഷ്ടിച്ച രക്ഷപ്പെട്ടെ. ഈ റോബോട്ട് ഭയങ്കര ഡേഞ്ചറസാ. കൊറേ നേരമല്ലേ എന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പൊ നിന്നെ തടയേണ്ട സമയം വന്നിരിക്കുന്നു. ഇപ്പൊ നീ തിരിച്ചു നേരെ നിന്റെ ബോസിന്റെ അടുത്ത് പോയിക്കോ മോനെ. ഗുഡ് ബൈ. നീ എന്താ വീരി ചെയ്തത്? അതിനെ അവസാനം നിന്റെ കൈ കിട്ടിയപ്പോ നീ എന്തിനാ പിന്നെ അതിനെ വെറുതെ വിട്ടത്? ഞാനതിന്റെ കൺട്രോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെയല്ല അവന്റെ ബോസിനെ തന്നെ പോയി പിടിച്ചോളും. നീ പേരുണ്ട് മാത്രമല്ല, ശരിക്കൊരു വീരനാ. ഇതാ എത്തിപ്പോയി എന്റെ ആനക്കൊണ്ട റോബോട്ട്. മാഡ് മാക്സ് ഈസ് ഗ്ലാഡ് 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 ആൻഡ് ഗ്ലാഡ്. വെൽക്കം ആനക്കൊണ്ട. വീരെവിടെ? ഞാനൊന്ന് കാണട്ടെ.
ജീവൻ വേണമെങ്കിൽ അവിടെ ഓടിക്കോടോ. കാരണം ഈ ആനക്കൊണ്ട ഇപ്പൊ നമുക്കെതിരെ തിരിച്ചിരിക്കുക. ഇവൻ നമ്മുടെ ശത്രുവായി മാറിയിരിക്കുകയാ. ഓടിക്കോടോ. Mad Max is mad, mad, mad.